ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു വിട്ടോപ്പിയ. സർക്കിട്ട്, ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ ചിത്രം. എനിക്ക് തോന്നുന്നു ആസിഫ് അലി ഒരു നല്ല ഫോമിൽ നല്ലൊരു റണ്ണിലാണ്. ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾക്ക് ശേഷം, അതായത് രേഖാചിത്രം അല്ലെങ്കിൽ കിഷ്കിന്ധാകാന്ഡമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ മുമ്പിലേക്ക് വരികയാണ് സർക്കിട്ട്. ഇത്തവണ തമർ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ്. തമർ നമുക്കറിയാം 1001 നുണകൾ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തയാളാണ്. 1001 നുണകളിൽ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു കാസ്റ്റ് ആൻഡ് പെർഫോമൻസ്. സ്റ്റേജ് സെറ്റ് ചെയ്തിട്ട് അവരുടെ എല്ലാം കമ്പലിംഗ് ആയിട്ട് വളരെ കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് എല്ലാ ക്യാരക്ടറിൽ നിന്നും കൊണ്ടുവരാൻ സാധിച്ച ഒരു സിനിമയായിട്ടാണ് 1001 നുണകൾ ആ സിനിമ തോന്നിയിട്ടുള്ളത്. അത്തരത്തിൽ ഈ സിനിമയിലേക്ക് വന്നാലും ഇതിനകത്ത് അത്ര കണ്ട് ഒരു വലിയൊരു കാസ്റ്റൊന്നുമില്ല. ഇതിനകത്തിലെ ഏറ്റവും മെയിൻ ക്യാരക്ടേഴ്സ് അവതരിപ്പിച്ചിരിക്കുന്നത് ഓഫ് കോഴ്സ് ആസിഫ് അലി, ദീപക് പറമ്പോൾ ആൻഡ് ദിവ്യ പ്രഭ. ഇവർ 3 പേരും തന്നെയാണ് ഇതിനകത്തിലെ ഏറ്റവും കൂടുതൽ സീൻസ് കൈകാര്യം ചെയ്തിരിക്കുന്നതും. ഇവരുടെ പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിലെ ഹൈലൈറ്റും. പിന്നെ ഈ സിനിമയുടെ കഥ തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നതെന്ന് പറയുന്നത് ഒരു കുട്ടിയിലാണ്. ആ കുട്ടി എന്ന് പറയുന്ന ഒരു ADHD സിൻഡ്രോമുള്ള ഈ ദിവ്യപ്രഭ അല്ലെങ്കിൽ ദീപക് പരുമ്പോൾ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ, ഭാര്യ ഭർത്താവിൻ്റെ മകനാണ് ഈ കുട്ടി. അവതരിപ്പിച്ച കുട്ടിയുടെ പേര് ഒർഹാൻ എന്നാണെന്ന് തോന്നുന്നു. ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ്. ഈ ADHD എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിൻ്റെ ഒരു ബിഹേവിയറൽ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് അവതരിപ്പിക്കേണ്ട ഒരു കഥാപാത്രമാണ്. അത് ഒരു ഭയങ്കര രീതിയിൽ അത് ഓവറാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊന്നും ചെയ്തിട്ടില്ല. വളരെ നല്ല രീതിയിൽ അതിന് ഡെലിവർ ചെയ്തിട്ടുണ്ട് ആ കുട്ടി. അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു അപ്രിസിയേഷൻ കൊടുക്കണം. പിന്നെ ഇമോഷണലായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന ADHD എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു കുട്ടിയുടെ അവസ്ഥ, അതിനെ ചുറ്റിപ്പറ്റിയിട്ട് അവരുടെ പേരൻസിനുണ്ടാകുന്ന സ്ട്രെസ്സ്, അവരുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു നില, അങ്ങനെയൊക്കെയുള്ള കുറേ അവരനുഭവിക്കുന്ന ഒരു പ്രഷർ, ഒരു മോഡേൺ ഇറയുടെ ഒരു ന്യൂക്ലിയർ ഫാമിലിയുടെ സെറ്റപ്പാണ്. പ്രത്യേകിച്ച് വെളിയിലൊക്കെ പോയി താമസിക്കുമ്പോൾ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്. പലപ്പോഴും ഇപ്പോൾ കുട്ടി ഒറ്റയ്ക്ക് അവൻ്റേതായ ഒരു ലോകത്തിൽ പെട്ടുപോകുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടിലടച്ചതുപോലെ ആകുന്നു. അത്തരത്തിലുള്ള ഒരു പ്രഷർ സിറ്റുവേഷൻ ഉണ്ടല്ലോ. അവരുടെ ആ ഒരു ലൈഫിൻ്റെ ഡെയിലി സ്ട്രെസ്സ്, ആ ഒരു പ്രഷർ, ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ കൂടി ഉള്ളപ്പോൾ അതവരെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് സിനിമ കാണിച്ചു തരുന്നത്. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം അവരുടെ ആ ക്യാരക്ടറിൻ്റെയൊക്കെ ഓരോ അവസ്ഥ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ദീപക് പരുമ്പോൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ചെയ്തത്. ഈ ദിവ്യപ്രഭയുടെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരി കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് എപ്പോഴും പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം പുള്ളിക്കാരിയുടെ ഭാഗത്തുള്ളതായിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമയിലും ഒരു നേഴ്സായിട്ടായിരുന്നു, ഇതിലും ഒരു നേഴ്സായിട്ടാണ് വരുന്നത്. പുള്ളിക്കാരിയും ഓക്കെയാണ്. ആസിഫ് അലിയിലേക്ക് വരുമ്പോൾ ആസിഫ് അലി ആ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു എല്ലാവരും ഫഹദ് ഫാസിലിൻ്റെ കണ്ണുകളെ പറ്റി സംസാരിക്കുമ്പോൾ അധികമൊന്നും സംസാരിക്കാതെ പോകുന്ന ഒരാളാണ് ആസിഫ് അലി, അല്ലെങ്കിൽ ആസിഫ് അലിയുടെ കണ്ണുകൾ. ഈറനണിഞ്ഞ കണ്ണുകൾ വെച്ചിട്ടുള്ള ഒരു അഭിനയമൊക്കെ ഇതിനകത്തിലുമുണ്ട്. കുറേ മൊമെൻറ്റ്സ് വളരെ ഗംഭീരമായിട്ട് ഡെലിവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് തോന്നുന്നത് ഒരു ദിവസത്തെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ 2 ക്യാരക്ടറിനിടയിൽ ഉണ്ടാകുന്ന ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് കാണിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ആസിഫ് അലിയുടെ ക്യാരക്ടറും ഈ പറയുന്ന കുട്ടിയുടെ ക്യാരക്ടറും അത് തന്നെയാണ് ഇതിൻ്റെ എഴുത്തിൽ. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വരും. ഫസ്റ്റ് ഹാഫൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഈ ഒരു സംഭവം എന്താണോ അതിലേക്കൊക്കെ വന്നതെല്ലാം വളരെ ഓർഗാനിക്കായിട്ട് തന്നെ തോന്നി. പക്ഷേ പിന്നീട് നമ്മൾ ഈ തരത്തിലുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ പലപ്പോഴും താരേ സമീൻ പർ പോലെയുള്ള സിനിമകളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഇവിടെ ഒരു ചെറിയൊരു ലൂസായിപ്പോയി, അല്ലെങ്കിൽ ഒരു ഡയല്യൂഷൻ സംഭവിച്ചു എന്ന് തോന്നിയത്, അല്ലെങ്കിൽ അത്ര കണ്ട് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് തോന്നിയത് സെക്കൻഡ് ഹാഫിലാണ്. കാരണം ഇവരുടെ ഈ മെയിൻ സർക്കിട്ട് എന്ന് പറയുന്ന സംഭവത്തിലാണ് ഇതിൻ്റെ എല്ലാ ഇമ്പാക്റ്റും വരേണ്ടിയിരുന്നത്. അവിടെ അത്രത്തോളം ഇമ്പാക്റ്റ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അത്രത്തോളം ഒരു യങ് ബ്ലഡ്, അല്ലെങ്കിൽ ഈ പറയുന്ന ജെൻസി അല്ലെങ്കിൽ ആൽഫ ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ എത്രത്തോളം റിലേറ്റഡ് ആവും, അല്ലെങ്കിൽ ഇവർ എത്രത്തോളം ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ടോളറേറ്റ് ചെയ്യും എന്നൊന്നും അറിയത്തില്ല. പക്ഷേ പേരൻസ് ആയിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് ഒരു പേരൻഹുഡിൻ്റെയൊക്കെ ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ള ഒരു 5-6 വയസ്സ് 10 വയസ്സ് റേഞ്ചിലൊക്കെ ഉള്ള കുട്ടികളുടെ മാതാപിതാക്കളായിട്ടുള്ളവർക്ക് കുറേ കൂടെ ഈ സിനിമ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കുറേയൊക്കെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ പേരൻഹുഡിൻ്റെ ഒരു സ്ട്രഗിൾ, ഇന്നത്തെ ഒരു മോഡേൺ എറ വേൾഡിലെ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ. അതായത് 2 പേരും ഒരു പുറംനാട്ടിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്ന ഒരു കുട്ടി ഒറ്റയ്ക്ക് ഒരു കൂട്ടിലടച്ച പോലെ വീട്ടിൽ അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഒന്നും കാണില്ല. അത്തരത്തിലുള്ള പേരൻസിന് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഈ സിനിമ കണക്റ്റ് ആകും.
അവനവനോട് തന്നെ ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ ചോദിച്ചു പോകുന്ന രീതിയിലുള്ള മൊമെൻസും ഈ സിനിമയിലുണ്ട്. പക്ഷേ ഈ സിനിമ ഈ പറയുന്ന ഒരു സർക്കിട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ ഈ സിനിമയ്ക്ക് അത്രത്തോളം ഇമ്പാക്റ്റ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് കയറിക്കൂടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് തോന്നില്ല. ഏറ്റവും അവസാനം ആ ഒരു രീതിയിൽ ഇവർ ആസിഫ് അലിയുടെ ഒരു ക്യാരക്ടറും ഈ പറയുന്ന ദീപക് പരമ്പോൾ അല്ലെങ്കിൽ ദിവ്യപ്രഭ ഇവരുടെ ഒരു മീറ്റിംഗ് കാണിക്കുന്നുണ്ട്. ആ ഒരു മീറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് ഇവരത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യാതെ പോകുന്നത് ഈ പറഞ്ഞ സർക്കിട്ടിനകത്ത് ആ ഒരു സംഭവം അവർക്ക് ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകും. പക്ഷേ എന്നിരുന്നാലും ഒരു വൺ ടൈം വാച്ചബിൾ ഡീസൻറ്റ് സിനിമ തന്നെയാണ് സർക്കിട്ട്. നല്ല പെർഫോമൻസ്, അതായത് അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും പെർഫോമൻസ് ഗംഭീരമായിട്ട് വന്നിട്ടുള്ളൊരു സിനിമ കൂടിയാണ് സർക്കിട്ട്. നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഉള്ള വിഷയങ്ങൾ, കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് കോമഡിയോ അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനല്ലാതെ കുറച്ച് നല്ല സീരിയസ് വിഷയങ്ങൾ കാണാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. നല്ല ഇമോഷണലായിട്ടുള്ള, സെൻറ്റിമെൻ്റലായിട്ടുള്ള, റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉള്ള ഒരു സിനിമയാണ്. പ്ലസ് ഒരു പേരൻറ്ഹുഡ് എന്നുള്ള രീതിയിൽ ഒരു ADHD അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മെസ്സേജും കൂടെ നമുക്ക് തരുന്ന ഒരു സിനിമയാണ് സർക്കിട്ട്. ഗോ വാച്ച് ഇറ്റ്.